അപ്പോൾ വിഷുവായിട്ട് സദ്യ ഉണ്ടാക്കേണ്ട പുറപ്പാടിലാട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത്, അതായത് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടാണോ. വൈകുന്നേരം ഏട്ടൻ വന്നിട്ട് ഇലയൊക്കെ മുറിക്കുന്നുണ്ട്. ഇലയൊക്കെ മുറിച്ച് വെച്ചു, ഇലയൊക്കെ കഴുകി വെച്ചു. പിന്നെ ഇതാ ഫുഡൊക്കെ റെഡിയായി. സാമ്പാറുണ്ട്, അവിയലുണ്ട്, കൂട്ടുകറിയുണ്ട്, പിന്നെ പായസം അടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കേബേജ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഏട്ടൻ പപ്പടം കാച്ചുന്നുണ്ട് കേട്ടോ. പപ്പടം ഏട്ടൻ കാച്ചുന്നത് വിചാരിച്ചിട്ട് ഏട്ടനാണ് ഫുഡ് ഉണ്ടാക്കിയെന്നില്ല തെറ്റിദ്ധാരണയൊന്നും വേണ്ട, ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ക്യാമറ എടുത്ത് ഓടാൻ കഴിയാത്തതുകൊണ്ട് ഒന്നും വീഡിയോ എടുത്തില്ല. പിന്നെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ, ഞാൻ കാണിച്ചിട്ട് നിങ്ങൾക്ക് അറിയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഇതാ ലാസ്റ്റ് ഫുഡ് വിളമ്പുന്നുണ്ട് കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ കുറച്ചേ കഴിച്ചുള്ളൂ. കുറച്ചെടുത്ത് കഴിഞ്ഞാലും സദ്യയാകുമ്പോൾ എല്ലാ കറികളും കൂടുമ്പോൾ കൂടുതലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു പിടി ദേവൂട്ടിയാണ് ഉറക്ക തൂക്കിയിരിക്കുന്നുണ്ട്, പാറൂട്ടി അപ്പുറം ഉറക്ക തൂക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ സദ്യയൊക്കെ കഴിച്ചു അന്ന് കിടന്നങ്ങ് ഉറങ്ങിയിട്ട്. അപ്പോൾ ഇതോടുകൂടി ഈ കൊല്ലത്തെ വിഷു ആഘോഷം അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. ടാറ്റാ ബൈ ബൈ, സീ യു.